ഖുർആൻ ചരിത്രഭൂമിയിലൂടെ അൽഹിന്ദിനൊപ്പം എന്ന യാത്രയുടെ ഭാഗമായി ഞാനും 46 പേരടങ്ങുന്ന സംഘവും ഇപ്പോൾ ഉള്ളത് ജോർദാനിലെ അമ്മാനിലെ അസ്സാബുൽ കഹ്ഫിൻ്റെ ഗുഹയുടെ തൊട്ടടുത്താണുള്ളത്. വിശുദ്ധ ഖുർആനിൽ അൽ കഹ്ഫ് അധ്യായത്തിലൂടെ വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന ഗുഹാവാസികളുടെ ചരിത്രം നമുക്കറിയുന്നതാണ്. ആ ഗുഹാവാസികൾ 7 പേര്, അവർ ഉറങ്ങിക്കിടന്ന 300 വർഷത്തിലേറെ കാലം അള്ളാഹു ഉറക്കിക്കിടത്തിയ ആ ഗുഹ കാണാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആ ഗുഹൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് പോയി നോക്കാം. ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. ഞങ്ങൾ അവനെയല്ലാതെ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. അങ്ങനെ അവനെയല്ലാതെ മറ്റാർക്കും ഞങ്ങൾ ഇബാദത്ത് സമർപ്പിച്ചാൽ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ ചെയ്യുന്നത് കൊടിയ അക്രമമായിരിക്കും. അങ്ങനെ വിശ്വാസത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്ന ഒരു പറ്റം യുവാക്കളുണ്ടായിരുന്നു. അവർ 7 പേരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അവരെ കിടത്ത് ഉറക്കുകയാണ്. വർഷങ്ങളോളം അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മിനൽ കിബരി അതിയ്യാ ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിനും وقد خلقتك من قبل ولم تك شيئا قال رب اجعل لي آية قال آيتك ألا تكلم الناس 3 ليال سويا فخرج على قومه من المحراب فأوحى إليهم والرقيم كانوا من آياتنا عجبا إذا أوحيت إلى الكهف وقالوا ربنا آتنا من لدنك رحمة وهدى ثم بعثناهم لنعلم أي الحزبين ثلاثة رابعهم قلبهم ويقولون 5 سادسهم قلبهم وبرا بوالديه ولم يكن جبارا عصيا وسلام عليه يوم ولد ويوم يموت ويوم يبعث حيا واذكر في الكتاب مريم